രാത്രി നനഞ്ഞ വയൽവരമ്പിന്റെ അരുകിൽ പുതുമഴയ്ക്ക് ജീവൻ വെച്ച കറുകത്തലപ്പുകളിൽ ഉറങ്ങിക്കിടക്കുന്ന പച്ചക്കുതിരകൾ കാൽപ്പാടുകളുടെ ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്നു. കാൽവണ്ണയിൽ തട്ടി വരമ്പ് ചാടുമ്പോൾ അവ നനുത്ത ശബ്ദമുണ്ടാക്കുന്നു. എന്തോ അതോർമ്മിപ്പിക്കുന്നു. വ്യക്തമായി പറയാൻ വയ്യ, കാരണം മനസ്സ് അസ്വസ്ഥമാണ്. സുപരിചിതമായ സുഖകരമായ ഈ ശബ്ദം കേട്ടത് എപ്പോഴാണ്? കുതിർന്ന മണ്ണിൻ്റെയും നരച്ച ഇരുട്ടിൻ്റെയും ഗന്ധം. ഇരുട്ടിനും രാത്രിക്കും ഗന്ധമുണ്ടെന്നറിയാതെ ഒരു നിമിഷം ഓർത്തു പോകുന്നു. ചാഴിവലക്കാർ വീശാൻ വേണ്ടി നടന്നപ്പോൾ വകഞ്ഞുണ്ടാക്കിയ വഴികളിൽ തളം കെട്ടി നിൽക്കുന്ന കലങ്ങിയ വെള്ളത്തിൽ മഴ തോർന്നെങ്കിലും മൂടിക്കെട്ടിയ മാനത്തിന്റെ വെളുത്ത പാളികൾ വീണുകിടക്കുന്നു. ഓലച്ചൂട്ടിന്റെ വെളിച്ചം മുന്നിൽ വഴി കാട്ടുന്നു. MTയുടെ കാലം എന്ന നോവൽ എന്നും ഒരു സമസ്യയാണ്. 300ഓളം പേജുകളിലായി MT അക്ഷരങ്ങൾ അടുക്കി വയ്ക്കുന്നതും ഈ ദുരൂഹതയിലേക്കാണ്. ഗ്രാമത്തിൽ നിന്ന് നഗരജീവിതത്തിൽ കാലത്തിനൊത്ത് കോലം കെട്ടാൻ ശ്രമിക്കുന്ന സേതുവിൻ്റെ വ്യർത്ഥമായ ജീവിതം. തിരികെ നാട്ടിലെത്തുമ്പോൾ എല്ലാം മാറിയിരിക്കുകയാണ്. കാലത്തിൻ്റെ മറുകര തേടുന്ന മനുഷ്യരുടെ നിരർത്ഥകമായ അന്വേഷണങ്ങളാണ്. സേതുവിൻ്റെ കൗമാരം മുതൽ യൗവനം വരെ കാലം പിന്തുടരുന്നുണ്ട്. സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. കഥാനായിക സുമിത്രയാണ് ഇത് പറയുന്നത്. ഈ വാചകത്തിൽ തന്നെ കാലത്തിൻ്റെ ഇതിവൃത്തവുമുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന ഒരു സുന്ദര സൃഷ്ടിയാണിത്. MTയുടെ മുൻ നോവലുകളായ നാലുകെട്ടും അസുരവിത്തും സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുൻപുള്ള സമയമാണ് പശ്ചാത്തലമെങ്കിൽ 50കളിലും 60കളിലുമാണ് കാലം സഞ്ചരിക്കുന്നത്. സ്ഥല പശ്ചാത്തലം നാലുകെട്ടിലും അസുരവിത്തിലും കണ്ടതുപോലെ തന്നെ ഉണ്ട്. കാവും കുളങ്ങളും നാട്ടുവഴികളും നാലുകെട്ടും. 1991 ഞാൻ ആദ്യമായി കാലം വായിക്കുന്നത്. അന്നത്തെ വായന അനുഭവം ഇപ്പോഴുമുണ്ട്. 3 പതിറ്റാണ്ട് കഴിയുമ്പോഴും മാറാതെ നിൽക്കുന്ന ആ വായനാനുഭവമുണ്ടല്ലോ. കാലം കാലാനുവർത്തിയാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നും സേതുമാരുണ്ട്, സുമിത്രമാരുമുണ്ട്. സുമിത്രമാർ സേതുമാരോട് പറയുന്നുമുണ്ട്, സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. മാറുന്നത് പശ്ചാത്തലം മാത്രമാണ്, സന്ദർഭങ്ങൾ മാറുന്നില്ല.